അമൽ ജോലി സ്ഥലത്ത് എങ്ങനെയായിരുന്നു? അവൻ അവൻ ഭയങ്കര കൂളായിരുന്നു സാറേ. പിന്നെ ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് അവൻ കുറച്ച് പ്രശ്നമായത്. എന്ത് പ്രശ്നം? അവൻ ഡ്രഗ് ഉപയോഗിച്ച് തുടങ്ങി പിന്നെ വേറെ ആരെ പോലെയൊക്കെയാണ് പെരുമാറുന്നത്. പിന്നെ അവൻ എന്താ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നതെന്നും ഒരു പിടുത്തമില്ല. നിങ്ങൾ ഡ്യൂട്ടിക്ക് പോയ ദിവസം, അതായത് അമൽ മരണപ്പെട്ട ദിവസം, അവൻ എങ്ങനെയായിരുന്നു? അന്ന് അവൻ നോർമലായിരുന്നു സാറേ. പക്ഷേ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. തലേദിവസം ഡ്രഗ്സ് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. നമസ്തേ. ഉറങ്ങിപ്പോയടേ, അമ്മ വിളിച്ചത്. ഇന്നലെ രാത്രി നല്ല അടിച്ച് കയറ്റി കാണുമല്ലേ? അത് വിടുവാ. ഇവരിത് എവിടെ നിന്നാ കിട്ടുന്നത്? ബോംബെയിൽ അതിന് ആളുണ്ട് സാറേ. ഇവിടെ ഇത് കൊടുക്കുന്ന ആരെങ്കിലുമായിട്ട് കണക്ഷൻ ഉണ്ടോ? അതറിയത്തില്ല സാറേ. പക്ഷെ അവൻ വരുമ്പോൾ സാധനം കയ്യിലുണ്ടാവാറുണ്ട്. അന്ന് ട്രെയിനിൽ നിന്ന് എന്ത് ഭക്ഷണമാണ് വാങ്ങി കഴിച്ചത്? എന്ത് നിനക്ക് ഓർമ്മ കിട്ടുന്നില്ലേ? ഞാനന്ന് ചപ്പാത്തിയും വെജ് കറിയാണ് കഴിച്ചിരുന്നത്. അവൻ കഴിച്ചത് അല്ല സാർ, അവൻ ട്രെയിനിൽ നിന്നൊന്നും വാങ്ങിയിട്ടില്ല. അവൻ്റെ കയ്യിൽ ഫുഡുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയതാണോ? അവനങ്ങനെ ട്രെയിനിൽ നിന്ന് ഫുഡൊന്നും വാങ്ങി കഴിക്കാറില്ല. പക്ഷേ അന്ന് അവൻ്റെ കയ്യിൽ ഫുഡ് കണ്ടായിരുന്നപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു. അവൻ എവിടെ നിന്നാണ് ഫുഡ് വാങ്ങിയെന്ന് പറഞ്ഞത്? അത് അവൻ്റെ അമ്മ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടെന്നാണ് പറഞ്ഞത്. ഇത് നീ അന്ന് ആരോട് പറഞ്ഞില്ലായിരുന്നോ? അന്ന് ഇങ്ങനെ ആരും എന്നോട് ചോദിച്ചിരുന്നില്ല സാറേ. ഫുഡിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്നോ മറ്റോ ആണ് ചോദിച്ചിട്ടുള്ളത്. നീ വിട്ടു പോയിക്കോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം.